ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കർത്താവായ യേശുനാഥ, അന്ത്യ അത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ അങ്ങയുടെ ഓർമ്മയിൽ അങ്ങ് നിലനിർത്തി അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് അങ്ങ് പറഞ്ഞു, ഇതെന്റെ ശരീരവും രക്തവും ആകുന്നു, ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. വെറും അപ്പത്തിനും വീഞ്ഞിനും എങ്ങനെ യേശുവിന്റെ തിരുരക്തങ്ങളായി മാറുവാൻ സാധിക്കും? മനുഷ്യൻ തന്റെ യുക്തിപരമായ ചിന്തകൾ കൊണ്ട് വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യത്തെ അവിശ്വസിക്കുന്നു, അവഗണിക്കുന്നു. എന്നാൽ എത്രയോ ദിവ്യബലികൾ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പ്രത്യക്ഷമായിരിക്കുന്നു, അവഗണിക്കാനാകാത്ത രീതിയിൽ തെളിയപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിന്റെ മാതൃക കാട്ടി അങ്ങ് വീണ്ടും പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് കാട്ടിത്തന്ന വിനയത്തിന്റെ മാതൃക പിന്തുടരട്ടെ. വിശുദ്ധ കുർബാനയിലെ ജീവനുള്ള ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തെ വിശ്വസിക്കട്ടെ. സ്നേഹസ്വരൂപനായ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് യോഹന്നാൻ 13:6 അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവരോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയോ? സ്നേഹസ്വരൂപനായ കർത്താവേ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ എല്ലാ ആകുലതകളുടെയും എല്ലാ പാപങ്ങളും കഴുകി വിശുദ്ധീകരിക്കണമേ. ആമേൻ, ആമേൻ.